എല്ലാം മാറാനുള്ളതല്ലേ മനോട്ടാ. ഇനി അതിനകത്തായിട്ട് വേറെ ഒന്നും മാറാനില്ലല്ലോ. അതിൻ്റെ ജാതകം അടക്കം നമ്മൾ മാറി. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ രാഹുൽ ഫാബി. വെൽക്കം ടു ഫാബ്സോൺവീൽസ്. അപ്പോൾ എൻ്റെ പുറയിൽ വണ്ടി കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലേ. അദൃശ്യനായ ഒരു ക്യാമറാമാൻ എൻ്റെ പുറയിൽ നിൽപ്പുണ്ട്. ആളുടെ പേര് പറയാൻ ഇപ്പോൾ പറ്റത്തില്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഓക്കെ ഫൈൻ, വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയാം ആരാണ് ആളെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. കാര്യം ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റീസ്റ്റോറേഷനിക്ക് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇത്രയും ലാഗ് ഉണ്ടോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മൾ 100% ഈ ഫോറിൻ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് റീസ്റ്റോറേഷനാണ് നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ss80യോടുള്ള ഇഷ്ടം കൊണ്ട് ഇറങ്ങി തിരിച്ചാണ് നമ്മൾ. ശരിക്കും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് ഒരു വണ്ടി എടുത്തു. അതൊരു അബാൻഡായിട്ട് കിടന്നൊരു വണ്ടിയായിരുന്നു. അല്ലെങ്കിൽ 3-4 വർഷമായിട്ട് വർക്ക്ഷോപ്പിൽ തന്നെ കിടന്നൊരു വണ്ടിയാണ്. ആ ഒരു വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ വണ്ടി റെഡിയാക്കി എടുത്തതാണ്. റെഡിയാക്കി എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ആ കണ്ടീഷൻ കാണുന്നുണ്ടായിരുന്നു. ഒരുപാട് ഈ എൻ്റെ കൂടെ യാത്ര ചെയ്ത ഈ ഒരു വീഡിയോയിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അത്യാവശ്യം അറിയാം ഈ വണ്ടിയുടെ കാര്യങ്ങൾ റിയാലിറ്റിയൊക്കെ എന്തായിരുന്നുള്ളത്. സോ അത് മനസ്സിലാക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും. അല്ലാത്തവർ പതുക്കെ മനസ്സിലാക്കിയാലും മതി. അല്ലാത്തവരോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. വണ്ടി നമ്മളെ ഈ ഒരു പാച്ച് വർക്കിന് ശേഷം ശരിക്കും നമ്മളെ വണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. കാർബറേറ്ററിൻ്റെ ഭാഗത്തുനിന്നായാലും നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഭാഗത്തുനിന്നായാലും വണ്ടിയുടെ വയറിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ ഒരുപാട് കഥ പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞാൽ നമുക്ക് വളരെ ഹാപ്പിയായിട്ട് ഈ ഒരു വണ്ടി നമുക്ക് പറഞ്ഞ് റെഡിയാക്കി മുന്നോട്ട് പോകണം. അതിനിടയ്ക്കിട്ടാണ് ലോക്ക്ഡൗണും വരാൻ പോകുന്നതൊക്കെ പറയുന്നത്, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയാറുള്ളത്, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഫാബ്സോൺവീൽസ് തന്നെയാണ്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളെ കൂടുതൽ ദീർപ്പിക്കാതെ ഞങ്ങൾക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കോലം കണ്ടില്ല, ഞാൻ വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളൊരു കോലമാണ്. അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് എങ്ങനെയായിരിക്കും, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് സസ്പെൻസ് ഉള്ള ഒരു എപ്പിസോഡായിരിക്കും. എന്തായാലും ഈ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നുള്ള കാര്യങ്ങൾ കമൻറ്റായിട്ട് ഒന്ന് ഇടണം. അതോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് ഇടണം. ഈ എപ്പിസോഡ് കണ്ടിട്ട് എല്ലാവരുടെയും റെസ്പോൺസ് കമൻറ്റായിട്ട് ഇടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വണ്ടിയുടെ അതിനകത്തുള്ള സ്ഥാനം ഒഴിപ്പിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും അതിനകത്തുള്ള എല്ലാം വാരി മാറ്റിക്കൊണ്ടിരിക്കുക വനമായിട്ട്. ഒന്നും അറിയത്തില്ല, എല്ലാം ഇവിടെ കാണും. ഉള്ളക്ക് അതിനകത്തുണ്ട്, ഞാനൊന്നും എടുത്തിട്ടില്ല. അകിലെടുത്തോണ്ട് പോയോന്ന് അറിയില്ല. ആണോ? ദുഷ്ടന്മാര് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ വണ്ടിക്കകത്ത് എനിക്ക് കിടപ്പുണ്ട് അനാവശ്യമായിട്ട്. ഇപ്പോൾ ഈ കിടക്കുന്നതെല്ലാം ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല, നമ്മുടെ വണ്ടിയുടെ വയറിങ്ങൊക്കെ തന്നെയാണ്. മനോട്ടം പറയാടെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ പെട്രോൾ ലൈനാണ്, അതൊക്കെ നമ്മളെല്ലാം മാറിയതാണ്.
അപ്പോൾ മനേട്ടൻ്റെ ക്ലീനിങ് ഒക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. നമുക്കിനി എന്തായാലും ക്ലീനിങ്ങിന് ശേഷം കാണാം. ഓക്കെ, ഞാൻ പിടിച്ചിട്ട് പൊങ്ങിയില്ല, നമ്മുടെ മനേട്ടനാണ് ബോണറ്റ് പൊക്കിയത്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് അവസ്ഥ. ഞാൻ വണ്ടിയുടെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നോക്കി, ഇതിനകത്ത് പഴയതായിട്ടൊരു സാധനമില്ല. എഞ്ചിനുണ്ടായിരുന്ന അകത്തുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് മാറി. പിസ്റ്റൺ റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. പുതിയ ബാറ്ററി, എല്ലാ കാര്യങ്ങളും പുതിയതാക്കിയിട്ടുണ്ട്. റേഡിയേറ്ററിൻ്റെ ലീക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി. കണ്ടോ, വണ്ടിയുടെ ഫ്രണ്ടിലത്തുള്ള കാര്യങ്ങളാണ്. ഈവൻ ഈ ഹോൺ ഊരി നമുക്ക് കളയാനുള്ളതാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. കാർബറേറ്റർ ആണെങ്കിൽ അപാര പണിയാണ് തന്നെ. കാര്യം എന്ന് വെച്ചാൽ കാർബറേറ്റർ 1000 വട്ടം നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിനകത്ത് പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞ ഒരു ജെറ്റ് അവർ നേരത്തെ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ജെറ്റ് കാരണം നമ്മൾ കിടന്ന് വലഞ്ഞത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ബാറ്ററിയുടെ ലൈൻസും കാര്യങ്ങളൊക്കെ മാറി, പുതിയ കേബിൾ ഇട്ടു. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള കേബിളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ കാര്യങ്ങളും മാറി. വയറിങ്ങിൻ്റെ ഇതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നേരത്തെ റീചാർജ് ആവത്തില്ലായിരുന്നു. ചാർജിൻ്റെ എന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ച് ബാറ്ററിയിലോട്ട് ചാർജ് ആവില്ലായിരുന്നു. അതിൻ്റെ എർത്തിൻ്റെ വയറിൻ്റെ പ്രശ്നമായിരുന്നു. അത് നമ്മൾ മാറിയിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് വണ്ടി കുറേ ലാഗായത്. അങ്ങനെ ഒരുപാട് പണികൾ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതികളൊക്കെ ഞാൻ കാണിച്ചു തരാം. അല്ല, ഈ സീറ്റൊക്കെ വെച്ചിട്ട് എവിടെ പോകാൻ പോകാനാട്ടാ? എവിടെ പോകാൻ പോവാ സീറ്റൊക്കെ വെച്ചിട്ട്? മനോട്ടൻ എവിടെയോ സീറ്റൊക്കെ വെച്ചിട്ട് പോകാനുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. പണിഞ്ഞ കാശ് കൊടുക്കാത്തതുകൊണ്ട് മനോട്ടൻ നമ്മുടെ വണ്ടി ജപ്റ്റ് ചെയ്തു. ഇത് കണ്ടോ, സീറ്റൊക്കെ വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകണോ? ഇത് ഓടുവോ? ഓടിക്കാന്ന് ഞങ്ങൾ ഓടിക്കാന്നാണോ പറഞ്ഞേ? നമുക്ക് ഓടിക്കാന്ന്. എനിക്കറിയില്ല ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഉറപ്പൊന്നും തന്നിട്ടില്ല. മനോട്ടൻ പറയുന്നത് വണ്ടി ഓടിക്കാനൊക്കെ പറ്റുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. സീറ്റൊക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അലൈൻമെൻറ്റ്, ഈ വണ്ടിയുടെ ഡോറിൻ്റെ ഈ എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അലൈൻമെൻറ്റ് നോക്കിയിരുന്നു. അപ്പോൾ അലൈൻമെൻ്റ് എല്ലാം മനോട്ടൻ സെറ്റാക്കിയിട്ടുണ്ട്. പെട്രോൾ ടാപ്പ് അവിടെ ഓപ്പണായിട്ട് കിടപ്പുണ്ട്. സീറ്റിൻ്റെ ഫിറ്റിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ബാക്കിൽ നോക്കിയാലേ കുറേ സാധനങ്ങളെ കാണാൻ പറ്റും, ആവശ്യമില്ലാത്ത പോലെ കിടക്കുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. നമ്മുടെ വയറിങ്ങാണ്. വണ്ടിയുടെ പെയിൻറ്റിങ്ങിന് ശേഷം മാത്രം വയറിങ് തൊട്ടാൽ മതിയെന്നാണ് നമ്മുടെ ദാസേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതങ്ങനെ മതിയെന്നങ്ങ് വിചാരിച്ചു. പിന്നെ ഈ ഓൾറെഡി പെയിൻറ്റിങ് കാണുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ പ്രൈമർ അടിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ നമ്മൾ പാച്ച് വർക്ക് ചെയ്ത സ്ഥലങ്ങളാണ് നിങ്ങൾ കാണുന്നത്. എന്താ ചെയ്യാം, നോക്കാം. നമ്മുടെ സീറ്റിൻ്റെ ഫിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KNK ഓട്ടോമൊബൈൽസിൻ്റെ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടില്ലേ, ഒരുപാട് ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അന്ന് ആ വീഡിയോ ഇടാൻ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പണിഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് ഈ പണ്ടാരം സ്റ്റാർട്ടാവാത്ത രീതിയിലാണ് ഞങ്ങൾ ആ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി എല്ലാവരും കൂടെ ഇരുന്ന് പണിഞ്ഞതിന് ശേഷം ആ ഒരു വയറിൻ്റെ അല്ലെങ്കിൽ ആ ജെറ്റിന്, കാർബറേറ്ററിനകത്തോട്ട് ആവശ്യത്തിൽ കൂടുതലുള്ള എണ്ണയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് ഓവർഫ്ലോ ആയിട്ട് പോകും. ഓൾമോസ്റ്റ് ഒരു 5 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് അത് ഫുള്ള് കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ ഓവർഫ്ലോ ആവുകയൊക്കെ പോയത്. അല്ലാതെ നമുക്ക് ഒരു ഗുണം അതിനകത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതും പറഞ്ഞ് ഞങ്ങളിവിടെ എല്ലാവരും കൂടെ തുന്നമ്പാടി ഇരുന്നപ്പോഴാണ് അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് റീലെടുക്കാൻ ചെയ്തൊരു വീഡിയോ ആണ്. അന്ന് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ 1 മിനിറ്റത്തെ വെറുതെ ഇട്ടത്. അപ്പോൾ അതെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ അത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീറ്റൊന്നും വേണ്ട, മനോട്ടം കയറി വണ്ടിക്കകത്ത് ഇരുന്നിട്ടുണ്ട്. സീറ്റൊന്നും വേണ്ട. ബാക്കിലത്തെ നട്ടും കൂടെ മുറുക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതെന്താണ് ഇപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പിടി ഉണ്ടെന്നെങ്കിൽ ഉറപ്പായിട്ട് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായിരിക്കും ഇന്നത്തെ വീഡിയോയുടെ ക്ലൈമാക്സ് എന്താണെന്ന് പറയുന്നവർക്കൊരു സമ്മാനമുണ്ട്. അതെന്താണെന്നുള്ള ഉറപ്പായിട്ട് പറയാം. മനോട്ടം ചിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ ക്ലൈമാക്സ് എന്താണെന്ന് പറയുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കാം. ഏവനേട്ടാ? തീർച്ചയായിട്ടും നമ്മളൊരു സമ്മാനം കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ ക്ലൈമാക്സ് നിങ്ങൾ കണ്ടിട്ട് എന്താവുന്ന, ഈ ഓടിച്ചു പോയി അവസാനം കണ്ടിട്ട് പറയരുത്. അല്ലാതെ ഗസ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് കമൻറ്റ് ചെയ്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്താ കാര്യങ്ങളൊക്കെ നോക്കാം. സീറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തുള്ള കാഴ്ചകളൊക്കെ നോക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു അത്ഭുത മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സോ അതിന് കാരണക്കാരായ ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരാൾ മിസ് ചെയ്തിട്ടുണ്ട്, ദാസേട്ടന് മിസ് ചെയ്തിട്ടുണ്ട്. ദാസേട്ടൻ പുറത്തോട്ട് പോയിരിക്കുകയാണ്. സോ ഇപ്പോൾ ഇതൊരു ഒഫീഷ്യലി തരുന്നൊരു ചടങ്ങല്ല. ശരിക്കും നമ്മൾ ഒരു കാര്യം മനോഹരനാണ് നമുക്കിപ്പോൾ തരാനായിട്ട് പോകുന്നത്. സോ ആ ചടങ്ങിലായിട്ടാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഒരു 6 മാസമായല്ലേ നമ്മുടെ വണ്ടിയുടെ വന്നിട്ട്? 6 മാസമായി നമ്മുടെ വണ്ടിയുടെ കയറിയിട്ട്. നമ്മുടെ കയ്യിലുള്ള പൈസ, നുറുക്കി വെച്ച പൈസകളെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലാഗൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്ത് ഇത്രയും നമ്മുടെ ഒരു ഫാമിലി പോലെയാണ് ഇവർ ഇത്രയും കാലം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനിയും പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞാലും ബാക്കിയുള്ള സമയത്ത് ഇവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിനി കാണാൻ പോകുന്നത് ആ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും.
എന്തായാലും അത് വാച്ച് ചെയ്തോ. കണ്ട, അത് കുഴപ്പമില്ല. ഇതണ്ട നമ്മുടെ കീ ആണ് തന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ പുറത്ത് നിന്ന് നമ്മൾ ചെയ്തൊരു വർക്കിൻ്റെ കീ ആണ്. ഈ മനുഷ്യനാണ് ഇതിനെ ഒരു സ്ട്രക്ചർ ഈ വണ്ടിക്ക് ഉണ്ടാക്കിയെടുത്തത്. അതോടൊപ്പം തന്നെ ഈ വർക്ക്ഷോപ്പിൽ ഓരോ അംഗങ്ങളും, ബാക്കിയുള്ള നന്ദി പറച്ചിലൊക്കെ നമുക്ക് പിന്നീടാവാം. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എന്താ സംഭവിക്കുന്നുള്ളത് നോക്കാം. നമ്മളിതാ ആ യാത്ര തുടങ്ങാൻ പോവുകയാണ്. ക്യാമറമാനും കൂടെ കയറിക്കും. സ്റ്റാർട്ടായി. അങ്ങനെ 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ആ യാത്ര തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ വണ്ടി ടാറ്റാ ഇങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ മുന്നോട്ട് എടുത്തിരിക്കുകയാണ് ഗൈസ്. കൂട്ടരാ, അത് നമ്മുടെ വണ്ടി എന്തായാലും നമ്മൾ മുന്നോട്ട് എടുത്തിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് വരാം. ഫസ്റ്റ് ടെസ്റ്റ് റൺ ആണ് നമ്മളിപ്പോൾ ഇന്ന് നടത്തുന്നത്. നമ്മളിതാ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വണ്ടിയിലാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നുള്ള എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സ്വപ്നയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു വണ്ടി ഈ ഒരു ലെവലിലോട്ട് എത്തിച്ച് നമ്മൾ ഈ ഒരു യാത്ര നടത്തുന്നത്. നമ്മൾ ഫ്രണ്ടിലത്തെ വിഷ്വലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ വണ്ടിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു യാത്ര നടക്കുക. എനിക്ക് ഒട്ടും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്ക്ഷോപ്പ് നമ്മുടെ ഫാമിലിയാണ് ആ ഒരു വർക്ക്ഷോപ്പ് ഇല്ലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ. ഇത് കണ്ടില്ലേ, ഗിയറൊക്കെ നല്ല സ്മൂത്താണ്, പക്ഷേ കുറച്ച് പ്ലേ കൂടുതലുണ്ട്. ക്ലച്ചും ആക്സിലേറ്ററും കാര്യങ്ങളും ബ്രേക്കും എല്ലാം സെറ്റാണ്. നമുക്ക് പിന്നെ ഇപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വളയ്ക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ സർപ്രൈസ് ഇതാണ്. നമ്മുടെ വണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അതോടൊപ്പം തന്നെ അടുത്ത എക്സൈറ്റിംഗ് എപ്പിസോഡൊക്കെ ഉടനെ തന്നെ വരും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ല പൊളി എപ്പിസോഡായിട്ട് നമ്മൾ ഇനി തിരിച്ചു വരും. അപ്പോൾ എല്ലാവർക്കും, വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു ഫാബ്സോൺ വീൽസിൻ്റെ വക ഗുഡ് ബൈ. അതോടൊപ്പം തന്നെ കൊറോണയൊക്കെയാണ്, മാക്സിമം നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ നമുക്ക്